നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെളുപ്പിന് 2 മണിയാണ്. രാവിലെ തന്നെ വെടിവെച്ചാങ്കോവിൽ വഴിയാണ് പോകുന്നത്. വെടിവെച്ചാങ്കോവിലിൽ ഇവിടുത്തെ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട് വഴിപാടാണ്. അപ്പോൾ പോകും വഴി വഴിപാടിനായിട്ടുള്ള പൈസയും കൊടുത്തിട്ടാണ് പോകുന്നത്. എപ്പോൾ പോയാലും ഒരു 10 രൂപയെങ്കിലും നമ്മളിവിടെ കൊടുത്തിട്ട് പോകും കേട്ടോ. എന്നിട്ട് പമ്പ ഗണപതി പാട്ടും കേട്ട് നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. 3:30-4 മണിയാവും. നമ്മളൊരു കട്ടൻ ചായ കുടിക്കാനായിട്ട് നിർത്തി. സാധാരണ ഇത്രയും രാവിലെ നിർത്തുന്നതല്ല. ഞാൻ പറഞ്ഞു എനിക്കൊരു കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കട്ടൻ ചായ കുടിക്കാനായിട്ട് നിർത്തി. ഞാൻ എൻ്റെ ഷുഗറൊക്കെ കൊണ്ടാണ് ഗൈസ് വന്നത്. വിത്തൗട്ട് പറഞ്ഞിട്ട് ബ്ലാക്ക് ടീ കുടിക്കാണ്. കാറ്റ് ഭയങ്കര കാറ്റ്. ഞാൻ ഇത്ര സമയം കിടന്ന് ഉറങ്ങി. അപ്പൊ നാഗർകോവിൽ എത്തിയപ്പോ അവരെന്തോ റോഡ് പണി നടക്കുന്നുണ്ട്, ഡൈവേർഷനാക്കി. അപ്പൊ പിന്നെ വേറെ റൂട്ട് വഴി വന്നപ്പോ ഒന്ന് ഉണർന്നു. പിന്നെ വീണ്ടും കിടന്ന് ഉറങ്ങി വന്നപ്പോ ബ്ലാക്ക് ടീ കുടിക്കാൻ നിർത്തി. തമിഴ്നാട്ടില് വൃത്തിയില്ല എന്ന് ആരാ പറഞ്ഞേ? ഇതാ നോക്കി, ഫുൾ കഴുകി ഇറക്കുന്ന നോക്കിയേ. നമ്മുടെ നാട്ടിൽ പോലും ഒരു സ്ഥലത്തും ഇത്രയും വൃത്തി ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരുപാട് മാറി. നമ്മളന്ന് ജ്യൂസൊക്കെ കുടിക്കാൻ സേലത്തൊക്കെ പോയി എന്ത് വൃത്തിക്കെന്നാ അവർ തരുന്നത്. പഴയതുപോലെ ഒന്നല്ല കേട്ടോ, നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ഉള്ളിലോട്ടൊക്കെ കയറുമ്പോൾ ചെറിയ ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ പ്രോപ്പർ ടൗണില് മീൻസ് ഇങ്ങനെയൊക്കെ നമ്മൾ പോകുമ്പോൾ എല്ലായിടത്തും നല്ല വൃത്തിയുണ്ട്. പിന്നെ ടോയ്ലറ്റ് ഒക്കെ എല്ലായിടത്തും നമ്മളെ കേരളത്തിലും കണക്കി തന്നെ. സൂര്യൻ ചേട്ടൻ എന്താ അവിടെ ഉദിച്ച് നിൽപ്പുണ്ട് കേട്ടോ. അപ്പം നമ്മളിന്ന് വളരെ പതുക്കെയാണ് പോകുന്നത്. നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി. അപ്പം നീ എല്ലായിടവും ഓപ്പണായി വരാൻ എന്തായാലും 9 മണിയാവും, 8:30-9 മണിയാവും. അപ്പോൾ ഇപ്പം 6:15 നമ്മൾ മധുര എത്താറായി. മധുരയിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ് മധുരൈ സുങ്കുടി കോട്ടൺ. പിന്നെ ഇപ്പുറ സൈഡിലാണ് ചെട്ടിനാട് സാരീസ്. പിന്നെ സ്ട്രെയിറ്റ് ആണ് സേലം. അപ്പോൾ വേണമെങ്കിൽ നാളെ നമുക്ക് വരുമ്പോൾ അങ്ങനെ കയറാം. പക്ഷെ ഞാൻ പറഞ്ഞു ഇന്ന് നമുക്ക് പോവാം. നാളെ സൺഡേ ആണ്, ചിലപ്പോൾ എല്ലായിടവും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ കവർ ചെയ്തിട്ട് നേരെ സേലം പോവാം എന്നുള്ള പ്ലാനാണ്. ചുരിദാർ മെറ്റീരിയലൊക്കെ എടുക്കണ്ടേ? കുറേ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോഴേ അറിയാവൂ. അവരുടെ അവർക്ക് ആൾക്കാർ വരുന്നതനുസരിച്ച് അവർ കൊടുക്കും. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരം വാങ്ങുന്നുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എങ്കിലും നമുക്കത് ഒരു കൺഫർമേഷൻ പറയാൻ പറ്റില്ല. നമുക്ക് അവിടെ പോയി എടുത്താൽ മാത്രമേ ഉറപ്പ് പറയാൻ പറ്റത്തുള്ളൂ. മെറ്റീരിയൽ അങ്ങനെയൊക്കെ കുറേ ഐഡിയാസ് ഉണ്ട്. അപ്പോൾ കാഞ്ചി കോട്ടൺ കൂടുതലും മാനുഫാക്ചർ ചെയ്ത് പോകുന്നത് ചെട്ടിനാട് നിന്നാണ്. ചെട്ടിനാട് അതാണ് ശരിക്കും ചെട്ടിനാട് സാരിയാണ് ഈ കാഞ്ചി കോട്ടനായിട്ട് ഇപ്പോൾ വരുന്നത്. അതിനങ്ങനെ ഒരു പേര് വന്നു. അപ്പോൾ ഈ അവിടെ നിന്നാണ് ഈ ചെട്ടിനാട് ഹാഫ് സാരിയൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ കയറി ഒന്ന് നോക്കണം. ഞാൻ ഭ്രാന്തികളെ പോലെ ഇരിക്കുന്നുണ്ട്. ഞാൻ ബാക്കിൽ കിടന്ന സുഖം ഉറപ്പായിരുന്നു കേട്ടോ. ഇപ്പോൾ ലൈറ്റ് വന്നപ്പോൾ ഞാൻ പതിയെ എണീറ്റ് ഫ്രണ്ടിലേക്ക് വന്നതാണ്. അങ്ങനെ മുടിയെല്ലാം പിടിച്ച് കെട്ടി വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം, മുടി കെട്ടിവെച്ച കാര്യം ഓർമ്മിച്ചില്ല. വീഡിയോ എടുത്തപ്പോൾ അതാണ് ഇങ്ങനെ ഭ്രാന്തികളെ പോലെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയല്ലോ, നിങ്ങൾക്ക് എപ്പോഴും കാണുന്നതല്ലേ വീഡിയോയിൽ. ടൈം നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴേ ഈ റോഡൊക്കെ എന്ത് എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അവിടെ മറ്റേ റാംകോയുടെ സിമെന്റ് ഫാക്ടറി ഇവിടെ ഇതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കാണിച്ചിട്ടുണ്ട്. ഇപ്പം പിന്നെ സ്ഥിരം നമ്മൾ ഈ റൂട്ട് പോകുന്നത് കൊണ്ടാണ് എപ്പോഴെപ്പോഴും ഈ റൂട്ട് കാണിക്കണ്ടല്ലോ എന്ന് കരുതി ഇങ്ങനെ കാണിക്കാത്തതെങ്കിലും കുറേ നാളായില്ലേ ഈ റൂട്ട് കാണിച്ചിട്ടെന്ന് കരുതിയിട്ടാട്ടോ കാണിക്കുന്നത്. നല്ല മിഠായി പോലത്തെ റോഡ്, ഷൂന്ന് പറഞ്ഞ് വളരെ സ്പീഡിന് വളരെ പെട്ടെന്ന് നമുക്ക് പോയി വരാൻ പറ്റും. സൂര്യൻ ഉദിച്ച് നിൽപ്പുണ്ട്. ഇപ്പോൾ സ്കൂൾ ടൈം ആണെങ്കിലും ഈ ഒരു തിരക്കൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ രാത്രിയാകുമ്പോൾ ലോറീസ് ആയിരിക്കും കൂടുതലും, വലിയ ട്രക്കുകളായിരിക്കും കൂടുതലും. പിന്നെ വിൻഡ് മില്ലിൻ്റെതുണ്ടാവും. അങ്ങനെയൊക്കെയാണ്. ഇതാണ് റാംകോയുടെ സിമെന്റ് ഫാക്ടറി. മധുര ഇവിടെ നിന്ന് ഒരു 60 കിലോമീറ്റർ ഉണ്ട് കണ്ടോ. ഇതിപ്പം ഞാൻ കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളെ ഇത്രയും വെളിച്ചത്തിൽ റാംകോ ഫാക്ടറി കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഭയങ്കര വലിയൊരു ഫാക്ടറി ആട്ടോ. ഇത് കാണുമ്പോൾ അറിയാം നമ്മൾ മധുര എത്താറായി എന്നുള്ളത്. എനിക്ക് വലിയൊരു ഫാക്ടറിയാണ്. കുറച്ചുകൂടെ അപ്പുറത്ത് വേറൊരു സിമെന്റ് ഫാക്ടറി ഉണ്ട്. അത് ഇതിന്റെ ചെട്ടിനാട് അങ്ങനെ എന്തോ ഒരു സിമെന്റ് ഫാക്ടറി ഉണ്ട്. അത് പക്ഷെ ഇത്രയും വലുതല്ല. തിരുനെൽവേലി എന്തോണ്. പക്ഷെ അത് ഇത്രയും വലുതല്ല. ഇത് ഭയങ്കര വലിയൊരു ഫാക്ടറി ആട്ടോ. നമ്മളെപ്പോൾ പോയാലും ഇവിടെ ലൈറ്റും ആൾക്കാരും ഒക്കെ കാണാം. 24 hours ആണെന്ന് തോന്നുന്നു. നമ്മൾ നമ്മുടെ സ്ഥിരം ലൊക്കേഷനായ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടായ ടെമ്പിൾ സിറ്റിയിൽ വന്നിരിക്കുകയാണ്. രാവിലെ ഇഡ്ഡലി സാമ്പാർ അവല്ലേ ഇന്ന് പൊങ്കൽ കഴിക്കാതെ കരുതി കണിങ്ങനെ നമ്മൾ പൊറോട്ടയൊക്കെ കിട്ടി. അത് കോയമ്പത്തൂർ പോയൊരു 10 മണി ഒക്കെ ആവാറേ നമ്മൾ അവിടെ എത്തിയപ്പോൾ. അതുകൊണ്ടാണ് അന്ന് മട്ടനും പൊറോട്ടയും. പിന്നെ ഈ വഴിക്കൊന്നുമില്ല. ചിലപ്പോൾ മധുര ഉള്ളിലോട്ട് കയറിയ
മട്ടനൊക്കെ കിട്ടുമായിരിക്കും. എന്തായാലും ഇന്നിപ്പോൾ സ്ഥിരം നമ്മൾ കഴിക്കുന്ന ടെമ്പിൾ സിറ്റിയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് സമയം 7 മണിയൊക്കെ ആവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കഴിച്ചിട്ട് പോകാം, കഴിച്ചിട്ട് വാഷ്റൂമിൽ പോയിട്ട് പോകാം. കഴിച്ചിട്ട് പോയാലും പിന്നെ അങ്ങോട്ട് ചെന്നാലും നല്ല കടകളുണ്ടാവില്ല, കഷ്ടപ്പെട്ട് പോകും, ബുദ്ധിമുട്ടി പോവും. അപ്പോൾ കഴിച്ചിട്ട് പോയി ഷോപ്പിംഗ് ചെയ്തിട്ട് വരാം. അപ്പോൾ രാവിലെ കാര്യമായിട്ട് കഴിച്ചില്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ എത്തിയപ്പോഴേ 9 മണിയൊക്കെ ആയേ. പൊങ്കലും ഇല്ല, ഒന്നുമില്ല, ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പോഴും 7 മണിയായിട്ടുള്ളെങ്കിലും തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പൊങ്കൽ വേണോ ഇഡ്ഡലി വേണോ? അവരുടെ വെളുത്തുള്ളിയിൽ ഇതാണേ ചമ്മന്തിപ്പൊടി, ഇതും ചമ്മന്തിപ്പൊടിയാണ്. ആ പറഞ്ഞു, ഇവിടെ ഒരു സെയിലിന് വെച്ചിട്ടുണ്ട് ഈ സാധനങ്ങളെല്ലാം. ഞാൻ ഇഡ്ഡലി പറഞ്ഞു, പൊങ്കലും കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, രണ്ടും കൂടെ കഴിച്ചാല. ആട്ടനോടെ പകുതി എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചപ്പോ ഇല്ല, ആട്ട പൂരി പറഞ്ഞു. നമുക്ക് മധുരയ്ക്ക് ഉള്ളിൽ കയറി നോക്കാളായിരുന്നു കേട്ടോ രാവിലെ. അവിടെ എല്ലാം വൈകുന്നേരമാണ് കടകളും. മധുര യൂട്യൂബിൽ നോക്കി അറിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കട. മുമ്പ് പറഞ്ഞില്ലേ അടുത്ത പ്രാവശ്യം വരുമ്പോ നമ്മൾ ആഴ്ചയിൽ വരികയല്ലേ ഈ വസ്ത്രക്ക് വേണ്ടിയിട്ട്. അപ്പൊ പണ്ടൊക്കെ ചിലർ സേലത്ത് ബിസിനസ് പർപ്പസിന് പോയിരുന്നു അങ്ങനെയൊക്കെ പറയുമ്പോഴേ നമ്മളോ ഇപ്പൊ നമ്മൾ ആഴ്ചയിലാണ് സേലത്ത് ബിസിനസ് പർപ്പസിന് പോകുന്നത്. ഹോട്ടലില് ഫോം ഫില്ല് ചെയ്യുമ്പോൾ പർപ്പസ് ഓഫ് വിസിറ്റ് ബിസിനസ്, അതൊക്കെ ഭയങ്കര പ്രൗഡല്ലേ. അടുത്ത വർഷം വരുമ്പോ മധുരക്കുള്ളിൽ കയറാം. ഞാൻ ഷുഗർ കട്ടിലാണ്. എന്റെ ഷുഗർ ഞാൻ കൂടെ കൊണ്ടുവന്നു മോങ് ഫ്രൂട്ട് സ്ട്രീറ്റ്നർ. ഞാൻ ഷുഗർ കഴിക്കുമ്പോൾ എൻ്റെ ഫേസിന് അത് വല്ലാതെ ബാധിക്കുന്നു. അങ്ങനെ ഞാൻ ഷുഗർ കട്ടിലാണ്. ചമ്മന്തി, പല വെറൈറ്റി ചമ്മന്തികൾ. ഓക്കെ, ഇഡ്ലി സാമ്പാർ ആദ്യം ഇഷ്ടമല്ലായിരുന്നേ, ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. രണ്ട് ഇഡലി നിൽക്കുവോ? കുഴപ്പമില്ല, കഴിക്കുവോ കുറച്ചെങ്കിലും? കുറച്ച് കഴിക്കുന്ന കേട്ടോ എല്ലാം. ഞാനൊരു പൊങ്കലൂടെ പറഞ്ഞേ ഷുഗർ കട്ട് ക്യാൻസൽ ചെയ്യാന്ന്. എനിക്ക് കേസരി ഉണ്ടപ്പം എന്റെ ഷുഗറും കൊണ്ടാണ് ഞാൻ വന്നത്. രാവിലെ കട്ടൻ ചായയിൽ എന്റെ ഷുഗർ ഒക്കെ ഇട്ടാണ് ഞാൻ കുടിച്ചത്. നല്ല കേസരി കേട്ടാ, കുഞ്ഞിനെ നഷ്ടമായി പോനേട്ടാ. നല്ല നെയ്യിലൊക്കെ കഴിച്ചു നോക്കുന്നു. ഇഡ്ഡലി കഴിച്ചപ്പോ വയറിനിറങ്ങും, പക്ഷെ പൊങ്കൽ കഴിക്കാൻ ഒരു കൊതി. അപ്പൊ ഏട്ടനോട് പകുതി കഴിക്കുന്നത് വാ എന്നിങ്ങനെ പറയും. പിന്നെ ഒരു പൊങ്കലൂടെ വാങ്ങിക്കാം, ഒരെണ്ണം കഴിക്കാനുള്ള വയറില്ല. കൊള്ളാം, പക്ഷെ A to B ഇല്ല പൊങ്കല്. അത് ഈ സേലത്തുള്ള നിറയെ നെയ്യൊക്കെ ഒഴിച്ചിട്ട് അത്രക്കില്ല, എങ്കിലും കുഴപ്പമില്ല. ഗണപതിക്ക് ഇഡ്ഡലി വെച്ചേക്കണത്, ഇഡ്ഡലി, വട, കേസരി. ഇത് പായസമാണ്, വെള്ളം വരെ ചെയ്യും. നമുക്ക് ഇതുപോലൊരു ഗണപതി വാങ്ങിക്കണം കേട്ടാ. വസ്ത്ര ഷോപ്പ് തുടങ്ങുമ്പം ഗണപതി, തിരുപ്പതി ഭഗവാൻ ഒക്കെ വാങ്ങിച്ച് അങ്ങനെ വെക്കണം. ഞാൻ വാങ്ങിക്കും കട, റെന്റിനൊന്നും എടുക്കൂല. നമ്മൾ വാങ്ങിക്കണ കടയില് നമ്മൾ വസ്ത്രം തുടങ്ങട്ടെ അല്ലേ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നടക്കും. ചേച്ചിമാര് തൂത്തോണ്ടിരിക്കണം. വയറു നിറഞ്ഞു. ഇഡ്ഡലി, പൊങ്കൽ, കോഫി, കേസരി. ഇനി ഉച്ചവേല് ബിരിയാണി കേട്ടാ. അടിപൊളിയാണ് വേല് ബിരിയാണിയിലെ ബിരിയാണി. പണ്ട് തമിഴ്നാടെന്നൊക്കെ കേൾക്കുമ്പോഴേ ഭയങ്കര ഒരു സംഭവമായിട്ട് നമ്മൾ കൂടിപ്പോയ നാഗർകോവില്, തിരുനെൽവേലി വരെ കൂടുതലും വരും. അതിനപ്പുറമുള്ള യാത്ര വളരെ വളരെ കുറവായിരുന്നു. ഇപ്പൊ അടിക്കടി തമിഴ്നാട്. നമ്മുടെ കേരളം പോലെ തന്നെ ഇപ്പൊ നമുക്ക് തമിഴ്നാടും. സത്യമായിട്ടും തമിഴ്നാട് ഒരുപാട് മാറിയിട്ട്. നമ്മളിപ്പം ടെമ്പിൾ സിറ്റിയിൽ കഴിക്കാൻ കയറിയപ്പോൾ ടേബിളെല്ലാം സോപ്പ് കൊണ്ട് അവർ വാഷ് ചെയ്യണം, ക്ലീൻ ചെയ്യണം. സോപ്പ് പത പോലെ എന്തോ ഒരു ലിക്വിഡ് വെച്ച് പതപ്പിച്ച് ആ ടേബിളെല്ലാം ക്ലീൻ ചെയ്യണം. നമ്മുടെ കേരളത്തിൽ പോലും ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്യണത് സത്യമായിട്ടും കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഒരുപാട് തമിഴ്നാടെല്ലാം മാറി. ഈ വൃത്തിഹീനം എന്നുള്ളതൊക്കെ മാറി ഒരു പരിധി വരെയൊക്കെ. പിന്നെ നമ്മുടെ അവിടെയും വൃത്തിയില്ലാത്ത സ്ഥലങ്ങൾ പലതും ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ടാവും. അത്രയ്ക്കുള്ളൊരു ഇതൊക്കെ ഉള്ളു, അല്ലാതെ ഒരുപാട് മാറി കേട്ടോ. നമ്മൾ പണ്ടത്തെ ആ ഒരു തോട്ടൊക്കെ മാറി. അപ്പോൾ നല്ല ഇതായി. നമുക്ക് നല്ല വെയിലെന്ന് പറഞ്ഞാൽ കത്തി വെയിൽ, അതിനൊരു കുറവുമില്ല കേട്ടോ. ചൂട് പുറത്ത് ഭയങ്കര ചൂട്. പക്ഷെ നമ്മള് വെളുപ്പിനല്ലേ തിരിക്കുന്നത്. നമ്മള് ഇന്നിപ്പോ എത്ര മണി? 2 മണിക്കല്ലേ, 1:50 നമ്മൾ തിരിച്ച്. ഒരു നാഗർകോവിലൊക്കെ എത്തുമ്പോൾ കാറ്റ്, ഭയങ്കര കാറ്റ്.
കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ ആഴ്ച പോയിട്ട് തിരിച്ചു വന്നപ്പോൾ നാഗർകോവിൽ ഇറങ്ങിയാണ് ഏട്ടൻ ഫുഡ് കഴിച്ച്, ഞാൻ കഴിച്ചില്ലേ. അവിടെ ഇറങ്ങിയപ്പോൾ കാറ്റെന്ന് പറഞ്ഞാൽ വണ്ടി കിടന്ന് ഇങ്ങനെ ഷേക്ക് ആവണം, നമ്മളൊക്കെ ഇങ്ങനെ പറന്നു പോണ രീതിയിലുള്ള ഭയങ്കര കാറ്റ്. പക്ഷെ അത് കഴിഞ്ഞ് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ നല്ല വെയിൽ വന്നു തുടങ്ങി. വെയിൽ വന്നപ്പം വെയിലിന് നല്ല ചൂടുണ്ട്, നല്ല ചൂട്. കൃഷിക്ക് വേണ്ടിയിട്ട് ഉഴുത് ഒക്കെ ഇട്ടേക്കാം കേട്ടോ. എന്തോ നട്ട് അതിനെ മാറ്റിയിട്ട് അടുത്ത് കൃഷിക്ക് വേണ്ടിയിട്ട് മണ്ണെല്ലാം സെറ്റാക്കി ഇട്ടൊക്കെയാണ്. എന്തോന്ന് കൃഷിയായിരിക്കും ഇവിടെ കൂടുതലും കടല. ഇവര് കടലെന്നാണ് പറയണത്. നമ്മുടെ കപ്പലണ്ടി ഇല്ലേ, കപ്പലണ്ടി കൃഷിയാണ്. നമ്മളെ ശിവകുമാരണ്ണൻ പറഞ്ഞിരിക്കുകയാണ് കപ്പലണ്ടി കൃഷി 2 മാസം കൂടെ കഴിയുമ്പോൾ അവിടെ ആവും പോണം എന്നൊക്കെ പറഞ്ഞേക്കാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം അവരായിട്ടൊക്കെ ഈ ശിവകുമാരണ്ണനും നമ്മൾ മെറ്റീരിയൽ എടുക്കണം അവരായിട്ടൊക്കെ ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആട്ടോ. നമ്മൾ ഫാമിലിയിലുള്ള അവരെ പോലെയാണ്. അപ്പോൾ ഈ മെറ്റീരിയൽ എടുക്കുന്ന അവരുടെ വീട് അവിടെ തൊട്ടടുത്താണ്. അപ്പോൾ വരണേ എന്നൊക്കെ പറഞ്ഞു. ഇപ്രാവശ്യം പോകുമ്പോൾ അവരുടെ വീട്ടിലൊന്ന് പോകണം. അവിടെ അച്ഛനും അമ്മയും അവരുടെ ബ്രദറുടെ കുഞ്ഞ് അങ്ങനെയൊക്കെ അവർ ജോയിന്റ് ഫാമിലി ആയിട്ടൊക്കെയാണ് താമസിക്കുന്നത്. തൊട്ടടുത്താന്ന് പറഞ്ഞു. അപ്പൊ ഇപ്രാവശ്യം അവിടെ പോണം. ശിവകുമാരണ്ണന്റെ വീട്ടില് ഇന്നിപ്പോ പോകാനൊന്നും സമയമില്ല. ഇനി വേറൊരു നമ്മളോട് പറഞ്ഞു ഇനി അടുത്ത് കപ്പലിന്റെയൊക്കെ ആവുന്ന എള്ള് ഒക്കെ ആവുന്ന സമയമാകുമ്പോ വന്നാൽ മതി. അപ്പോൾ കാണാം, നല്ല കൃഷിയൊക്കെ നല്ലതുപോലെ കാണാം. അന്ന് നമ്മൾ നട്ടുപിടിപ്പിച്ചപ്പോഴല്ലേ പോയത്. പിന്നെ വേറെ നമ്മൾ ഈ കാഞ്ചി കോട്ടനൊക്കെ എടുക്കാൻ പോകണം. അവിടെയും അവരും പറഞ്ഞു അവരെ ഗ്രാമത്തിൽ പോകാൻ പറഞ്ഞേ. അവർക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു കേട്ടോ. നമ്മളിങ്ങനെ നമുക്ക് കാണണമെന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര ഇഷ്ടത്തോടെ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അവരിങ്ങോട്ട് ചോദിക്കും, വരുന്നില്ലേ നമ്മുടെ ഗ്രാമത്തിൽ പോവാൻ, നെയ്യണതൊക്കെ കാണിച്ചു തരാന്നൊക്കെ പറയും. ഞാൻ പലവട്ടം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നെയ്ത്ത് ഗ്രാമങ്ങളിലാണ് നമ്മൾ സാരീസ് എല്ലാം എടുക്കാൻ പോകുന്നത്. അവരെല്ലാം കുഞ്ഞു കുഞ്ഞു വീടുകളാണ്. വീടിനകത്ത് തന്നെ അവർ താമസവും നെയ്യലും എല്ലാം നടക്കും കേട്ടോ. നമ്മൾ കാർ കൊണ്ടവിടെ ഇടുമ്പോൾ ഈ അടിക്കുന്ന നെയ്യുന്ന ശബ്ദം മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. ആ ഗ്രാമം ഫുൾ അത് തന്നെയാണ് കേട്ടോ. ഓരോ ഡീലേഴ്സിൻ്റെ അടുത്തും ഓരോ വിലയിലും ഓരോ ക്വാളിറ്റിയിലുമാണ് സാധനം കിട്ടുന്നത്. നമ്മൾ ഒരുപാട് കടയിൽ കയറി ഇറങ്ങും, പല ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുണ്ടല്ലോ കേട്ടോ, ഒരു റെഡ് കളർ കോമ്പിനേഷനിലെ ചെട്ടിനാട് കോട്ടൺ സാരി. അത് ഞാൻ ഒരു പീസ് എന്തേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു പ്രീ ബുക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പം മാമിന് വേണ്ടിയിട്ട് എടുത്തതാണ്. അതിൻ്റെ കൂട്ടത്ത് അവിടെ അവൈലബിൾ ആയിട്ട് വീണ്ടും 2 പീസ് ഉണ്ടായിരുന്നു, അതും എടുത്തിട്ടുണ്ട്. പിന്നെ കാഞ്ചി കോട്ടൺ സാരി ഓർഡർ കൊടുത്തത് ആയിട്ടില്ല. കാഞ്ചി കോട്ടണിൽ ലൈൻസ് വരുന്ന സാരി ഉണ്ടായിരുന്നു, അത് കണ്ടപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നി, അങ്ങനെ അതും എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കാഞ്ചി കോട്ടൺ നമ്മൾ എപ്പോഴും നിങ്ങൾ ചോദിക്കുന്ന കോഫി ബ്രൗൺ കളറിലുള്ള സാരിയാണ്, അതിൽ ലൈൻസ് വരുന്നതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. അങ്ങനെ അതും എടുത്തിട്ടുണ്ടായിരുന്നേ. ഞാൻ ഈ വീഡിയോയിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഇന്ന് ഈവനിങ് തന്നെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാമെന്നാണ് എൻ്റെ പ്ലാൻ. എന്തായാലും 2 ദിവസത്തേക്ക് നമ്മൾ വെബ്സൈറ്റ് ത്രൂ മാത്രമേ ഓർഡർ എടുക്കുന്നുള്ളൂ, വാട്സപ്പ് വഴി ഓർഡർ എടുക്കുന്നില്ല. കാരണം എനിക്ക് ഓർഡർ വരുന്നത് നമ്മൾ സ്റ്റോക്ക് എടുക്കുന്ന ദിവസം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് മാനേജ് ചെയ്യാനായിട്ട്, വാട്സപ്പും വെബ്സൈറ്റും എല്ലാം കൂടി. അപ്പോൾ വെബ്സൈറ്റ് ആകുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. വെബ്സൈറ്റ് ത്രൂ മാത്രമേ ചുരിദാർ മെറ്റീരിയൽ, സാരി എല്ലാം നമ്മൾ 2 ദിവസത്തേക്ക് ഓർഡേഴ്സ് എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെബ്സൈറ്റിൽ പോയി വേഗം തന്നെ ഷോപ്പ് ചെയ്യുക. കാരണം ആ 2 ദിവസം കഴിഞ്ഞ് വാട്സപ്പ് ഓർഡർ എടുക്കുന്ന സമയം എടുക്കാമെന്ന് പറഞ്ഞിരുന്നാൽ സാധനം ഉണ്ടാവത്തില്ല. പ്രീ ബുക്കിംഗ് ഒന്നും അവൈലബിൾ അല്ല ഒരു പ്രോഡക്റ്റിനും. കാരണം അത്രമാത്രം തിരക്കാണ് കടകളിലും എല്ലാം. പ്രോഡക്റ്റുകളൊന്നുമില്ല കേട്ടോ, വരുന്നതിനനുസരിച്ച് പ്രീ ബുക്കിംഗ് അവർ കൊടുക്കുന്നതനുസരിച്ച്. ഇപ്പോൾ എനിക്കൊരു 100 പീസ് വേണമെന്ന് പറഞ്ഞാൽ 100 പീസ് നെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നതല്ലാതെ ഷോപ്പിലൊക്കെ പ്രോഡക്റ്റ് വളരെ കുറവാണ്, അവൈലബിലിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്കും പ്രീ ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരിക്കൽ വരുന്ന സാധനം ഒരിക്കലും മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇത് ആ ഒരു റെഡ് കളർ സാരി ആക്ച്വലി ഒരു മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉണ്ടെങ്കിൽ ഞാൻ പ്രീ ബുക്ക് ചെയ്തിരുന്നതല്ല, ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഉണ്ടെങ്കിൽ എടുത്തേക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണം, പ്രീ ബുക്ക് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അവർ പ്രീ ബുക്കിംഗ് ഇല്ല മാം, ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പോയപ്പോൾ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് എടുത്തത്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം സെയിം വരൂ എന്നുള്ള ചോദ്യം ഒന്നും വേണ്ട, ഉണ്ടാവത്തില്ല. കാരണം ഇവിടെയൊക്കെ അത്രയും തിരക്കാണ്. ഞാൻ പറയുന്നത്, ഞാൻ കാഞ്ചിക്കോട്ടിനോ കോഫി ബ്രൗണിനോ ഓർഡർ കൊടുത്തിട്ട് അതായിട്ടില്ല, അത് മൺഡേ ആവത്തുള്ളൂ. അത്രയ്ക്ക് തിരക്കാണ്. ഞാൻ കാഞ്ചിക്കോട്ടൺ ധാവണി സെറ്റ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ ധാവണി സെറ്റ് ഇല്ല, കാഞ്ചിക്കോട്ടൺ സാരി വാങ്ങി നമ്മൾ വേണമെങ്കിൽ ഓൾട്ടർ ചെയ്ത് അതിനെ ധാവണിയാക്കി സ്റ്റിച്ച് ചെയ്തെടുത്തോളാം. സാരിയാണ് ഇവിടെ മെയിനായിട്ടും കാഞ്ചിക്കോട്ടണിന് ധാവണിയായിട്ട് പോകുന്നത്. പിന്നെ ചില ഷോപ്പുകൾ ധാവണിയായിട്ട് ചെയ്യിപ്പിച്ചെടുക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ധാവണി നമുക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് കാഞ്ചിക്കോട്ടൺ സാരി വാങ്ങി ധാവണിയായിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ, നല്ല ഭംഗിയായിരിക്കും കേട്ടോ ധാവണി. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ കാഞ്ചിക്കോട്ടൺ. ഇപ്പം അങ്ങനെ ഫ്യൂ പീസസ് കാഞ്ചിക്കോട്ടൻ്റെ ഉണ്ട്. ഞാൻ കൊടുത്തിരുന്ന കോഫി ബ്രൗൺ എത്തിയിട്ടില്ല, അത് നെക്സ്റ്റ് മൺഡേ അവർ അയക്കത്തുള്ളൂ. നമ്മള് ചെട്ടനാട് നിന്ന് മധുരൈ സുങ്കടി കോട്ടൺസ് എടുക്കാനായിട്ട്
മധുരയിലുള്ള ഒരു വില്ലേജിലേക്ക് പോവാട്ടോ. ഒന്നും പ്രോപ്പർ ടൗണിലല്ല, അവരുടെ നെയ്ത്തെല്ലാം ചെയ്യുന്ന അവര് കൊടുക്കുന്ന സ്ഥലം, ഡയറക്റ്റ് കൊടുക്കുന്ന സ്ഥലം ഉള്ളിലേക്കാണ്. ഷോപ്പുകൾ നിറയെ ഉണ്ടില്ല എന്നല്ല, ടൗണിൽ നിറയെ ഷോപ്പുകളുണ്ട്. പക്ഷെ അവര് നെയ്ത് ഡയറക്റ്റ് തരുന്ന സ്ഥലം എല്ലാം ഗ്രാമങ്ങളാണ്, അവരുടെ വീടുകളിൽ തന്നെയാണ്. അതിപ്പോ സേലത്തായാലും മധുരയിലായാലും നമ്മുടെ ചെട്ടിനാടായാലും എവിടെ ആയാലും അവരവരുടെ ഗ്രാമത്തിൽ അവരുടെ കുഞ്ഞു വീടുകളിലാണ്. നേരത്തൊക്കെ കണ്ടില്ലേ, നെയ്യുകയും ചെയ്യും, അവരുടെ താമസം അവിടെയാണ്, അവിടെ തന്നെ സെയിലും ഉണ്ടാവും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ 100 കടകളിൽ കയറി ചില സ്ഥലങ്ങളിൽ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അവര് നെയ്യുകയും ചെയ്യും, നെയ്യുന്നതിൽ കൂട്ടത്ത് മിക്സ് ചെയ്ത് നെയ്യുകയൊക്കെ ചെയ്യും. നമുക്ക് പിടിച്ചു നോക്കാൻ പറയാം. പറ്റിപ്പും ഉണ്ട്, ജെന്യൂൻ ആയിട്ടുള്ളവരും ഉണ്ട്. അപ്പൊ നമ്മൾ 100 കടയിൽ കയറി ഇറങ്ങുമ്പോഴാണ് നമുക്ക് നല്ലൊരു ഡീലറെ കിട്ടുന്നത്. അപ്പോ ഇപ്പോൾ ഞാൻ നമ്മളെ മധുരൈ സുങ്കടി കോട്ടൺ നമ്മളെ അമ്മമാർക്കൊക്കെ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് നല്ല ഡിമാൻഡ് ആയിരുന്നു കേട്ടോ മധുരൈ സുങ്കടി കോട്ടൺ. അതിന്റെ കുറച്ച് സാരീസ്, പിന്നെ ചീമ കുഞ്ഞിയുടെ നൂലുകെട്ടിന് എടുത്തിട്ടുണ്ടായിരുന്ന സാരി, അന്ന് അവിടെ വെറും 3 പീസേ ഉണ്ടായിരുന്നുള്ളൂ. ആ 3 പീസ് ഞാൻ എടുത്തു. 3 പീസ് സോൾഡ് ഔട്ട് ആയിട്ട്. പിന്നെ എൻക്വയറീസ് ആയിരുന്നു, ആ സാരി ഉണ്ടോ, സാരി ഉണ്ടോ. അതിന്റെ തന്നെ ഒരു മെറൂൺ ഷെയ്ഡും എടുത്തു. അതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ അതും. പിന്നെ നമ്മുടെ ബാന്തിനിയിൽ വരുന്നതാണ് ഞാൻ അമ്മമാർക്ക് ടൈപ്പിന് എടുത്തത്. അത് കുറെ ടീച്ചേഴ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം സ്കൂളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് കോട്ടണിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള സാരി, എന്നാൽ കാണാൻ ഭംഗിയുണ്ട്. കുറച്ച് പേര് അമ്മമാർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വാങ്ങി, കുറച്ച് പേര് ടീച്ചേഴ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനും നമുക്ക് അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ട്. വന്നിട്ട് പോയിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ കാണുന്നത് ഭംഗിയുള്ളതെന്നുണ്ടെങ്കിൽ അത് വാങ്ങും. അപ്പൊ നമ്മളിപ്പോ മധുരയിലുള്ള ഒരു ഗ്രാമത്തിലേക്കാണ് പോകുന്നത് സുങ്കടി കോട്ടൺ എടുക്കാനായിട്ട്, മധുരൈ സുങ്കടി കോട്ടൺ എടുക്കാനായിട്ട്. അടുത്ത് നമ്മൾ മധുരയിലുള്ളൊരു കുഞ്ഞ് ഗ്രാമത്തിലെത്തി. ഇവിടെയും ഇത് തന്നെയാട്ടോ അവസ്ഥ. ഈ എന്താ തറി എന്നും കണ്ടാണ് ഈ വേവി എന്ന് തന്നെ പറയുന്നത്. അത് ഓടിക്കുന്ന ശബ്ദം മാത്രമാണുള്ളത്. നിറയെ വീടുകളും ആ വീടിനകത്ത് തന്നെയാണ് സെയിലും തറി ഓടുന്നതും എല്ലാം. അങ്ങനെ നമ്മൾ ഒരു കടയിൽ, നമ്മൾ സ്ഥിരം വാങ്ങുന്ന കടയിൽ കയറി നമ്മുടെ സുങ്കടി കോട്ടൺ സാരീസ് വാങ്ങാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചോദിച്ചത് ചീമയുടെ കുഞ്ഞിയുടെ നൂലുകെട്ടിനെടുത്ത ചീമയുടെ സാരി ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അത് അവൈലബിൾ ആണെന്ന് പറയും. കാരണം അതിന് അത്രയും എൻക്വയറീസ് ഉണ്ടായിരുന്നു. ഓണം സീസൺ കൂടി ആയതുകൊണ്ട് വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷൻ ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ ആദ്യം ഇല്ല എന്നാണ് പറഞ്ഞത്. വൈറ്റ് ആൻഡ് ഒരു ബ്ലൂ കളർ കോമ്പിനേഷനുള്ളത് കണ്ടു. അപ്പോൾ അതെനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട് എടുത്തപ്പോൾ പറഞ്ഞു അത് ഡാമേജ് പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞു. എന്നിട്ട് നോക്കിയപ്പോൾ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഗ്രീൻ സാരി ചീമ ഉടുത്തിട്ടുണ്ടായിരുന്ന വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ സാരി വിത്ത് ബ്ലൗസാണ് വരുന്നത്. കോൺട്രാസ്റ്റ് പല്ലു ഗ്രീൻ ആയിരിക്കും, ബ്ലൗസും ഗ്രീൻ ആയിരിക്കും. അതുപോലെ തന്നെ അന്ന് ഞാനൊരു ഡാർക്ക് മെറൂൺ കളർ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനും ഗ്രീൻ ഇല്ലെങ്കിൽ മെറൂണെങ്കിലും തരുമെന്ന് ചോദിച്ച് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നവരുണ്ടായിരുന്നു. അതിനും അത്യാവശ്യം ഡിമാൻഡ് ഉണ്ടായിരുന്നു. അതും ഞാൻ ഉണ്ടായിരുന്ന പീസുകളെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാമെന്ന്. ഇനിയും കുറച്ച് ഫ്യൂ പീസസ് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ സുങ്കടി സാരിയും നേരത്തെ കാണിച്ചില്ലേ ചെട്ടിനാട് സാരീസ്, ഞങ്ങളെടുത്ത ചെട്ടിനാട് സാരീസിൻ്റെയും സുങ്കടി സാരീസിൻ്റെയും സ്റ്റോക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് വെബ്സൈറ്റിൽ. നേരിട്ട് DM ചെയ്യേണ്ട, വാട്സപ്പ് വഴി ചെയ്യേണ്ട, വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാം. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വേറൊരു സാധനമാണ് സെറി ചെക്ക് ബോർഡറിൽ വെച്ച് ഡിസൈനിൽ വരുന്ന സെറ്റ് സാരിയിൽ കോൺട്രാസ്റ്റ് ബ്ലൗസ് വരുന്ന ഒരു പാറ്റേൺ കേട്ടോ. ഈ ഒരു കളർ ഷെയ്ഡിലുള്ളതെല്ലാം എടുത്തിട്ടുണ്ട്. ഇതും വെബ്സൈറ്റിൽ ഇപ്പോൾ ലൈവാണ്. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ ഷോപ്പ് ചെയ്യാം. അതായത് ചെട്ടിനാട് കോട്ടൺ സാരീസ്, കാഞ്ചി കോട്ടൺ സാരീസ്, സുങ്കടി കോട്ടൺ സാരീസ്, ഇത്രയും നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെബ്സൈറ്റിൽ ലൈവാണ്. നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാം. പിന്നീട് വാങ്ങാമെന്ന് പറഞ്ഞിരുന്നാൽ പ്രോഡക്റ്റ് അവൈലബിൾ ആയിരിക്കില്ല. അഹങ്കാരം പറയുന്നതല്ല, സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം പറയുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഏതെങ്കിലും കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുവരെയുള്ളത് കണ്ടത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, വെബ്സൈറ്റിൽ ഇത്രയും പ്രോഡക്റ്റ്സ് ലൈവാണ്. ഇത് മാത്രമല്ല വേറെയും പ്രോഡക്റ്റ്സുകളെല്ലാം എടുത്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ വെബ്സൈറ്റിൽ ലൈവ് ആക്കിയിട്ടുണ്ട്. സുങ്കടി സാരികളെല്ലാം ഇപ്പോൾ തൽക്കാലം നമുക്ക് വീഡിയോയിൽ കുറച്ച് ലെങ്ത്ത് കൂടും, അതുകൊണ്ട് വളരെ കുറച്ചേ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ തൽക്കാലം ഈ ഓണം സാരികളുടെ ഒരു കളർ കോമ്പിനേഷൻ മാത്രമാണ് കാണിക്കുന്നത്. ചീമ ഉടുത്തിട്ടുണ്ടായിരുന്ന ഗ്രീൻ ആൻഡ് വൈറ്റും മെറൂൺ വൈറ്റും, പിന്നെ പ്ലെയിൻ സാരിയിൽ കോൺട്രാസ്റ്റ് ബ്ലൗസും. ഒരുപാട് എൻക്വയറീസ് വരുന്നതാണ്. അതിൽ ഡിഫറെൻറ്റ് കളേഴ്സിൽ ബ്ലൂ കളർ, ഓറഞ്ച് കളർ, മെറൂൺ കളർ, പൊന്മാൻ നീല കളർ കോമ്പിനേഷനിൽ സെറ്റ് ചെയ്ത് ഉള്ളതുണ്ട്. അതും നിങ്ങൾക്ക് അതിൽ നിന്ന് വെബ്സൈറ്റിൽ നിന്ന് ഷോപ്പ് ചെയ്യാവേ. ഇപ്പം ലൈവാണ് വെബ്സൈറ്റിലത്. മട്ടൻ ചുക്ക, മട്ടൻ കടൽ ഫ്രൈ, നെഞ്ചല്, നാട്ടക്കോളി, ചിന്താമണി, പിച്ചിപ്പൊട്ട നാട്ടുകോഴി, വേറെ ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൺ ബിരിയാണി. നമ്മള്
കാരൂരുള്ള വേലു ബിരിയാണിയിൽ ഇറങ്ങി. ഇവിടുത്തെ ബിരിയാണി ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ചമ്പ കൈമ റൈസിലാണ് ബിരിയാണി വരുന്നത്. അപ്പൊ മിക്കവാറും നമ്മൾ ഇങ്ങോട്ടൊക്കെ ആയിരിക്കില്ല, സേലമൊക്കെ ആയിരിക്കും മിക്കവാറും. ഇന്നിപ്പം ഈ ഒരു സൈഡ് എത്തിയത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ മട്ടൻ ബിരിയാണിയാണ് പറഞ്ഞത്. ഇന്ന് മട്ടൻ ബിരിയാണി പറഞ്ഞു. കത്തി വിലയാണ്. ഒരു പീസേ ചിക്കനിലൊക്കെ ഉണ്ടാവത്തുള്ളൂ. ഇത് 300 അല്ലേ, 270 രൂപയുടെ സാധനമാണ്. ക്വാണ്ടിറ്റി നോക്കിയാൽ ഭയങ്കര കുറവ്, പക്ഷെ ടേസ്റ്റ് എല്ലാം. കുത്തു പൊറോട്ടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റ് ആണ്. മട്ടനൊക്കെ നോക്ക്, നല്ല സോഫ്റ്റ് ആയിട്ട് ഇതായിട്ടുണ്ടേ. കഴിച്ചു. ഞാൻ ചിക്കൻ ബിരിയാണി ഇതുവരെ കഴിച്ചിട്ടുള്ളൂ, മട്ടൻ ബിരിയാണി കഴിക്കാനേ. പ്രത്യേക ടേസ്റ്റാണ് ഇവിടുത്തെ ഫുഡിനെല്ലാം. പക്ഷെ കത്തി റേറ്റ് ആണ്, എങ്കിലും കുഴപ്പമില്ല, നല്ല ഭക്ഷണം കഴിക്കാമല്ലോ, കൊള്ളാം. ഈ ചോറിന്റെ കളർ തന്നെ നോക്കിയാൽ ചമ്പാവരി, കൈമാന്ന് കണ്ടാണ് ഇവർ പറയുന്നത് കേട്ടോ. ചമ്പാവരിയുടെ കളറാണ്. ഏട്ടൻ നാനും ചിക്കൻ ചുക്കയും പറഞ്ഞു. വൈകുന്നേരം ആയാലും ഔട്ട്ഡോർ ആട്ടോ ഫുഡ് കഴിക്കാതിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അങ്ങോട്ട് പോയപ്പോഴും ഏട്ടൻ കഴിക്കാൻ കയറി നാഗർകോവിൽ സ്ഥലത്ത്. അവിടെ ഔട്ട്ഡോർ ആണ് ഫുഡ്. നല്ല വൈബാണ് ഔട്ട്ഡോർ, പുറത്തിരുന്ന് കഴിക്കാനായിട്ട് വൈകുന്നേരം ആകുമ്പോൾ. 3 മണിയായി, നമ്മൾ സേലം എത്തി. അപ്പൊ നമ്മൾ സ്ഥിരം ഹോട്ടൽ റൂം എടുക്കുന്നത് ഇവിടെ ആട്ടോ, ഹോട്ടൽ ഗ്രീൻ ബ്രിഡ്ജ്. ഏട്ടൻ പറഞ്ഞു ഇന്ന് സാറ്റർഡേ ഉണ്ട്, റൂം ഉണ്ടാവും, എങ്കിലും ഒരു സേഫ്റ്റി സൈഡ് ഒന്ന് പറഞ്ഞിട്ട് വരാം വേണം എന്നുള്ളത്. അങ്ങനെ ഏട്ടൻ പറയാൻ പോയതാട്ടോ. നല്ല വെയില്, ഭയങ്കര ചൂട്. കാലൊക്കെ ഇങ്ങനെ അടിച്ച് കയറുകയാണ്, കാലൊക്കെ ചൂടായി പൊള്ളിയിരിക്കുകയാണ്. നമ്മുടെ സാരീസും മെറ്റീരിയലൊക്കെ എടുക്കുന്നതിന് മുന്നേ ഒരു ബേക്കറിയിൽ കയറിയിട്ട് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിക്കാം കേട്ടോ. ഒന്ന് നമ്മുടെ ശുഭകുമാറാണ് എൻ്റെ കുഞ്ഞുമക്കൾക്ക് കൊടുക്കാനായിട്ടും, പിന്നെ നമ്മുടെ മെറ്റീരിയലൊക്കെ എടുക്കുന്ന അവിടെ ചേച്ചിമാരൊക്കെ ഭയങ്കര കൂട്ടം കേട്ടോ. ഞാൻ എന്ത് ജോലി ചെയ്യുന്നു അങ്ങനെ ഏതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ തമിഴ് നല്ല പേசுகிறேன்னு പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ തമിഴ് ഫിലിമിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പടിയോ എന്നൊക്കെ ചോദിച്ച് സിനിമയുടെ പേരൊക്കെ ചോദിച്ച് സിനിമയൊക്കെ യൂട്യൂബിലെടുത്ത് വെച്ച് നോക്കി. എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഫോളോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ചേച്ചിമാർ. അപ്പോൾ ചേച്ചിമാർക്ക് കുറച്ച് പപ്സ് വാങ്ങിച്ചേക്ക് അവർക്ക് വാങ്ങിക്കാം, പിള്ളേർക്കും ശിവകുമാരണ്ണൻ്റെ പിള്ളേർക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്നും പറഞ്ഞ് ബേക്കറിയിൽ കയറി. കാരണം എപ്പോഴും വരുമ്പോഴും എന്നെ സാപ്പിട്ടാച്ച് ഞാൻ പറയും ബിരിയാണി. അപ്പടിയാ ബിരിയാണി സാപ്പിട്ടാച്ചാ, നമുക്കിവിടെ വാങ്ങിച്ചുകൊണ്ട് വരാത്തത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ സംസാരിക്കും കേട്ടോ. അപ്പം ഞാൻ കരുതി പാവമല്ലേ, നമ്മളിങ്ങനെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷം. നമുക്കിപ്പോൾ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ. അതുകൊണ്ട് അങ്ങനെ ബേക്കറിയിൽ കയറി സാധനങ്ങളൊക്കെ വാങ്ങുകയാണ്. നമ്മുടെ ബേക്കറി പോലെയല്ല ഇവിടെ പലതരം സാധനങ്ങൾ, വെറൈറ്റി സാധനങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ അവിടെയുള്ള പലതും ഇവിടെ ഇല്ല, ഇവിടെയുള്ള പലതും നമ്മുടെ അവിടെ ഇല്ല. അപ്പം ഞാനിങ്ങനെ ഏട്ടനോട് പറയാം, ഇവിടെ തമിഴ്നാട്ടിൽ നമ്മുടെ അവിടുത്തെ പോലെ സുലഭമായിട്ട് ചക്ക കിട്ടത്തില്ല കേട്ടോ. പറഞ്ഞ് ചക്ക വാങ്ങിച്ചുകൊണ്ടൊന്ന് കൊടുക്കാറുള്ളതായിരുന്നു ഇവിടെ എന്തെങ്കിലും. നമ്മളെ വാങ്ങുന്നത് പൈസയ്ക്കാണ് ചക്ക. അപ്പോൾ അല്ലാതെ എവിടെയെങ്കിലും മരത്തിൽ നിന്നൊക്കെ ഇങ്ങനെ കളയാറായി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറിച്ചുകൊണ്ടൊന്ന് കൊടുത്തിരുന്നെങ്കിൽ ചക്ക ചിലപ്പോൾ ഇഷ്ടപ്പെട്ടാണ്. അല്ലാതെ വെറൈറ്റി എന്ത് സാധനം നമ്മുടെ നാട്ടിൽ നിന്ന് ഇവർക്ക് കൊണ്ട് കൊടുക്കാമെന്നൊക്കെ ഇങ്ങനെ ഏട്ടനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി, ഒരുപാട് അങ്ങനെയല്ല, ഒരു സന്തോഷത്തിൻ്റെ പേരിന് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി. ആദ്യം നമ്മൾ മെറ്റീരിയൽ എടുക്കുന്നിടത്തേക്കാണ് വന്നത്. കാരണം മെറ്റീരിയൽ ആദ്യം വന്നത് നമുക്ക് ഓൾറെഡി സാധനങ്ങളെല്ലാം അവരെടുത്ത് വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എങ്കിലും നമ്മൾ ആദ്യം പോയി അവിടെ നിന്നെല്ലാം മാറ്റി വെച്ച് പേയ്മെൻറ്റൊക്കെ സെറ്റിലാക്കി വന്നാൽ പിന്നെ ആർക്കും കൊടുക്കുമെന്നുള്ള ടെൻഷൻ വേണ്ടല്ലോ. അവരാർക്കും കൊടുക്കത്തൊന്നുമില്ല കേട്ടോ. എങ്കിലും നമ്മുടെ ഒരു ടെൻഷൻ, കാരണം നമുക്ക് മെറ്റീരിയലിന് അത്രയും ഡിമാൻഡ് ഉണ്ടല്ലോ. ഈ അക്കനാണ് നമ്മളോട് എപ്പോഴും ചോദിക്കുന്നത്, വിശേഷമൊക്കെ ചോദിക്കുന്നത് എന്നാ സാപ്പിട്ടാച്ചെന്നൊക്കെ. അപ്പോൾ എന്തായാലും വന്നപ്പോൾ നമുക്കുള്ള പീസസ് എല്ലാം അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സമാധാനം കിട്ടി കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കാരണം ഒരു സ്മോൾ ബിസിനസ് ചെയ്യുന്ന നമുക്ക് ഓർഡർ സ്റ്റോക്കൊക്കെ വരുമ്പോൾ നമുക്ക് തറയിൽ നിൽക്കാൻ നേരം കിട്ടുന്നില്ല. അപ്പോൾ അവരുടെ ഒരു കാര്യം, അവർ ബിഗ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരുപാട് എന്നെപ്പോലെ പലരും അവർക്ക് വന്ന് പോകുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് അവർ എല്ലാം കട്ട് ചെയ്ത് പീസാക്കി സെറ്റാക്കി റെഡിയാക്കിയൊക്കെ വച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ നമുക്കുള്ള പീസെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ റെസ്റ്റോറൻറ്റൊക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണിക്കുന്ന സാധനങ്ങളൊന്നും വെബ്സൈറ്റിൽ ലൈവ് അല്ല, 6 മണിക്ക് ശേഷം മാത്രമേ ലൈവ് ആവത്തുള്ളൂ. ലൈവ് ആവുന്ന സമയം ഞാനൊരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാ സാരീസും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി കാണിച്ചിട്ട് വന്ന്, അപ്പോൾ അവിടെ അവർ അറേഞ്ച് ചെയ്ത് വയ്ക്കിട്ട് നമ്മൾ പോയി വേറെ സാരീസൊക്കെ നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് ശിവകുമാരൻ്റെ കടയിൽ വന്നു. ശരിക്കും പറഞ്ഞാൽ സേലം, തമിഴ്നാടെന്ന് പറയുന്നത്, സേലം അല്ല തമിഴ്നാടെന്ന് പറയുന്നത് സിൽക്ക് സാരീസാണ് ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ.
ഈ കോട്ടൺ സാരീസൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നവർ വളരെ കുറവാണ്. സോ കോട്ടൺ സാരീസ് മാനുഫാക്ചർ ചെയ്യുന്നവരെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് നമുക്ക് ശിവകുമാർ അണ്ണനെ കിട്ടിയത്. കല്യാണി കോട്ടൺ, മഹേശ്വരി കോട്ടനാണ് അണ്ണൻ ഇവിടെ വേവ് ചെയ്യുന്നത്. പിന്നെ നയൻതാര കോട്ടൺ സാരിയൊക്കെ ഉണ്ട്, അത് നമുക്കത്ര പോകുന്നില്ല. സിൽക്ക് സാരീസും അണ്ണൻ്റെ ഉണ്ട്, പക്ഷെ അത് നമുക്കത്ര ഡിമാൻഡില്ല. വസ്ത്രം എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി കോട്ടൺ സാരീസിൻ്റെ ഒരു ഇതാണ് കേട്ടോ. ഇനി ഞാൻ ചന്തേരി കോട്ടൺ പിന്നെ നമ്മുടെ ബംഗാൾ കോട്ടനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ പോട്ടെ, അടുത്ത വർഷം ഓണത്തിന് കുറച്ചുകൂടെ നമ്മൾ ഗ്രാൻഡ് ആക്കും. ഈ മൽക്കോട്ടൺ എല്ലാം മാനുഫാക്ചർ ചെയ്ത് വരുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് അവിടെ ഡയറക്റ്റ് പോയി എടുക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ഇപ്പം നമ്മൾ തൽക്കാലം കുറച്ച് തിരക്ക് കൂടിപ്പോയി, ഓണം എത്തിപ്പോയി. ഓണം എത്തുന്നതിന് മുന്നേ വേണം നമ്മളതൊക്കെ സെറ്റിൽ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇവർ വാങ്ങി ഇവർ റീസെല്ല് ചെയ്യുന്നതാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഡയറക്റ്റ് നമുക്ക് ഇപ്പോൾ ശിവകുമാർ അണ്ണൻ്റെ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് വാങ്ങണമെങ്കിൽ അത് ബംഗാളിൽ തന്നെ പോകണം. അങ്ങനെ കുറേ ഐഡിയാസ് ഉണ്ട്. ഓണം ഒന്ന് കഴിഞ്ഞ് ഓണത്തിൻ്റെ തിരക്ക് കഴിഞ്ഞ ശേഷം കുറച്ച് നമ്മളതൊക്കെ ഡീലേഴ്സിനെയൊക്കെ കണ്ടുപിടിച്ച് നല്ലൊരു മെനക്കെട്ട പണിയാട്ടോ. നമ്മൾ കണ്ടുപിടിക്കണം, എവിടെയാണെന്നറിയണം, വില വിവരങ്ങൾ, പല സ്ഥലങ്ങൾ കയറി ഇറങ്ങി അതുപോലെ ശിവകുമാർ അണ്ണനെ പോലെ ഒരാളെ കണ്ടുപിടിച്ച് എടുക്കാമെന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ പുതിയതായിട്ടുള്ള കളക്ഷനാണ്. മഹേശ്വരി കോട്ടണിൽ നല്ല വലിയ ബോർഡർ വരുന്ന സാരിയായിട്ട് എനിക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഹേശ്വരി കോട്ടൺ. കാരണം ഭയങ്കര സിമ്പിളാണ്, എന്നാൽ എലഗൻ്റാണ്. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞിയുടെ നൂലുകെട്ടിനൊക്കെ ഞാൻ മഹേശ്വരി കോട്ടനാണ് എടുത്തത്. അത്രയും സിമ്പിളാണ്. പിന്നെ കല്യാണി കോട്ടൺ പ്ലെയിൻ പറയുമ്പോൾ അതും സിമ്പിളാണ്. ചെക്കെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഗ്രാൻഡ് ആട്ടോ. ഇപ്പോൾ നമ്മൾ സിൽക്ക് സാരിയൊക്കെ കല്യാണത്തിന് കൊടുക്കുന്നതിനെ കാട്ടി ഈ കോട്ടൺ സാരി എടുത്താൽ ഒതുങ്ങിയിരിക്കുന്ന സാരി കേട്ടോ. എനിക്ക് പണ്ടൊരു ധാരണ ഉണ്ടായിരുന്നു കോട്ടൺ സാരി എന്ന് പറഞ്ഞാൽ പടപടേ ഭയങ്കര വണ്ണമൊക്കെ ഫീൽ ചെയ്യുന്നു. പക്ഷേ ഇപ്പോഴും ആ ഒരു ഇതെല്ലാം മാറി പല വെറൈറ്റി സാരികളാണ്. ഒതുങ്ങി ഈ ഉടുത്തെടുത്തിരിക്കുന്ന സാരികളാണ് ഞാൻ എടുക്കുന്ന എല്ലാ സാരികളും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാനോ എൻ്റെ അമ്മയോ ഉടുക്കുന്ന രീതിയിലായിരിക്കും ഞാൻ എടുക്കുന്നത്. എനിക്ക് പടപടാന്നിരിക്കുന്ന സാരികളൊന്നും ഇഷ്ടമുണ്ടാവില്ല. നമ്മളൊരു 5 കിലോ കൂടെ കൂടിയോ തോന്നും ഈ കോട്ടൺ സാരി ചിലത് ഉടുക്കുമ്പോൾ. പക്ഷേ ഇത് അങ്ങനത്തെ സാരികളല്ല, ഭയങ്കര കംഫർട്ടബിളാണ് വെയർ ചെയ്യാനായിട്ട്. സിൽക്ക് സാരിയെക്കാട്ടി ഭംഗിയുമാണ് കാണാനായിട്ട്. നമുക്ക് നല്ല സെയിലുള്ള സാധനങ്ങളാണ് ഈ കല്യാണി കോട്ടൺ, മഹേശ്വരി കോട്ടൺ. വീണ്ടും വീണ്ടും എടുത്ത കളേഴ്സ് തന്നെ റീസ്റ്റോക്ക് ചെയ്യുകയാണ്. പിന്നെ പുതിയ കളക്ഷൻസും ഉള്ളത്. അണ്ണൻ്റെ കടയിൽ കയറിയപ്പോൾ ഇഷ്ടം പോലെ ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ കേട്ടോ. കുറേ എടുക്കും, പിന്നെ കുറച്ച് മാറ്റും, വീണ്ടും കുറേ എടുക്കും, വീണ്ടും മാറ്റും. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കളേഴ്സ് നമ്മൾ ഇപ്പോൾ റീസ്റ്റോക്കും ചെയ്തിട്ടുണ്ട്, ലോഞ്ചും ചെയ്തിട്ടുണ്ട്. മഹേശ്വരി കോട്ടനും കല്യാണി കോട്ടനും. വസ്ത്രയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഷോപ്പിംഗ് ചെയ്യുന്നത്. കഴിഞ്ഞതിന് ചെയ്തതിനെക്കാട്ടി കൂടുതൽ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞതിന് എടുത്തിട്ട് പോയിട്ട് 2 വീക്സ് ആവുന്നതേ ഉള്ളതേ നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ പോയി വരിക എന്നുള്ളത് ഒട്ടും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. മാക്സിമം എടുത്തിട്ടുണ്ട്. പക്ഷേ സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ എടുക്കുന്ന സാധനം വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കഴിഞ്ഞ് പോകുമ്പോൾ. അടുത്ത ആഴ്ച വന്നാലും എനിക്കിനി വിഷമമൊന്നുമില്ല. പക്ഷേ എങ്കിലും നമ്മൾ മാക്സിമം കൂടുതൽ നമ്മളെ കൊണ്ട് പറ്റുന്നത് വണ്ടി നിറച്ച സാധനമായിരുന്നു കേട്ടോ. വണ്ടി നിറച്ച സാധനമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം വൈകുന്നേരം 6 മണിക്ക് ശേഷം നമ്മുടെ വെബ്സൈറ്റിൽ ലൈവ് ആവുന്നതായിരിക്കും. ഇതെനിക്ക് ഫോട്ടോസ് എടുക്കണം, അപ്ലോഡ് ചെയ്യണം, അങ്ങനെ കുറേ ഏറെ പരിപാടികളുണ്ട്. ഈ ഓറഞ്ച് ആൻഡ് ഗ്രീൻ, ഓറഞ്ച് ആൻഡ് മെറൂൺ, ബ്ലാക്ക് ആൻഡ് റെഡ്, ഇതൊക്കെ എപ്പോഴും നമുക്ക് എത്ര എടുത്താലും തികയാത്ത കുറച്ച് പ്രോഡക്റ്റുകളാണ് ആ സാരികളൊക്കെ എന്ന് പറയുന്നത്. അങ്ങനെ അതെല്ലാം എടുത്തു. പിന്നെ പല പല കടകളിൽ കയറി ഇറങ്ങുകയാണ്. നമ്മളെ മൾക്കോട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി നടക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ മൾക്കോട്ടൺ ഞാൻ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റിയിലുള്ള സാധനം എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മൾക്കോട്ടൺ കഴിഞ്ഞാൽ എടുക്കാത്തത്. പക്ഷേ എൻക്വയറീസ് ആണെങ്കിൽ ചേച്ചി മൾക്കോട്ടൺ ഇല്ലേ അവിടെ നിന്ന് എല്ലാവരും പറയുന്നത് അവിടെ എങ്ങും മൾക്കോട്ടൺ ഇല്ല കേട്ടോ. ആക്ച്വലി കഴിഞ്ഞു മൾക്കോട്ടൺ ശരിക്കും പറഞ്ഞാൽ. കാരണം മൾക്കോട്ടൺ ഭയങ്കര ഡിമാൻഡാണ്. ഈ കോളേജ് പിള്ളേർക്കൊക്കെ വെയർ ചെയ്യാനൊക്കെ പറ്റുന്ന നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് മൾക്കോട്ടൺ എന്ന് പറഞ്ഞാൽ. കാരണം അവർ എപ്പോഴും ഇങ്ങനെ ഭയങ്കര ഇതായിട്ടൊന്നും നോക്കിയെന്ന് വരത്തില്ല. ഇതാകുമ്പോൾ അങ്ങ് ഭയങ്കര ഇതായിട്ട് കിടക്കുകയും ചെയ്യും. കോട്ടനുമാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു എല്ലായിടത്തും ഇങ്ങനത്തെ സാരീസ് എനിക്കത് കണ്ടിട്ട് എനിക്കെന്തോ അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യം തോന്നുന്നില്ല. അങ്ങനെ തേടിപ്പിടിച്ച് ഇവിടെയൊക്കെ വന്നാൽ ഇഷ്ടം പോലെ കടകളാട്ടോ. ഉള്ളിലോട്ടും അകത്തോട്ടും എല്ലായിടത്തും നമ്മൾ 100 കട കയറി ഇറങ്ങിയാലേ നമുക്ക് നല്ലത് കിട്ടത്തുള്ളൂ. ശിവകുമാർ അണ്ണൻ്റെ ഈ സാധനമില്ല. ഞാൻ പറഞ്ഞില്ല, അണ്ണൻ്റെ കല്യാണി കോട്ടൺ, മഹേശ്വരി കോട്ടനാണ് അണ്ണൻ കൂടുതലും മാനുഫാക്ചർ ചെയ്യുന്നത്. ഈ വക സാധനങ്ങൾ അണ്ണൻ എടുക്കാറുമില്ല കേട്ടോ. പിന്നെ ബ്ലാക്കിൽ വരുന്ന ഈ ടൈപ്പും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല. ഇത് നമ്മൾ സെയിൽ ചെയ്യുന്ന ടിഷ്യൂ സാരിയില്ലേ, അതിൻ്റെ കോട്ടൺ സിൽക്കോ അങ്ങനെ എന്തോ പറഞ്ഞ സാധനം കേട്ടോ. ഭയങ്കര വിലക്കുറവാണ്. പക്ഷേ അത് ഒട്ടും ക്വാളിറ്റി ഇല്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, സെയിം ഡിസൈനിലുള്ള സാധനം നല്ല ക്വാളിറ്റിയിലും കിട്ടും, മോശം ക്വാളിറ്റിയിലും കിട്ടും. അത് നമ്മൾ പോയി തന്നെ എടുത്താലേ ശരിയാവത്തുള്ളൂ.
പിന്നെ ഒരുപാട് നടന്നപ്പോൾ ഒരു കട കണ്ടു. എനിക്ക് കുറച്ച് അത്യാവശ്യം നല്ല സാരി എന്ന് തോന്നിയത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ 6 മണിക്ക് ശേഷം നമ്മുടെ വെബ്സൈറ്റിൽ ലൈവാക്കും. ഈ സാരിയൊന്നും എടുത്തില്ല കേട്ടോ, ഇതും എനിക്ക് കണ്ടിട്ട് ഇഷ്ടമായില്ല. 120 കൗണ്ട്സ് എന്നൊക്കെയാണ് പറയുന്നത്, വിത്ത് ബ്ലൗസ് 6.25 6.30 മീറ്റർ എന്നൊക്കെയാണ് പറയുന്നത്. എങ്കിലും നമുക്ക് അത് എടുത്ത് നോക്കുമ്പോൾ ഒരു ഭംഗിയൊക്കെ തോന്നുന്നുണ്ട്, അതുകൊണ്ട് എടുത്തില്ല. അങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുത്തു. പിന്നെ വേറെ കുറേ സാധനങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷെ അതൊന്നും സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. എല്ലായിടത്തും ഓണത്തിൻ്റെ തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. അപ്പോൾ കുറച്ച് സാരികൾ അവിടെ കണ്ടതിൽ ഇഷ്ടപ്പെട്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. 3ഉം 4ഉം 2ഉം പീസൊക്കെ വെച്ചാണ് അവിടെ ഉണ്ടായിരുന്നത്. അവൈലബിൾ ആയിട്ടുള്ള പീസസ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു എലിഫൻറ്റ് ഡിസൈൻ വരുന്ന മൾ കോട്ടൺ സാരി ഇഷ്ടപ്പെട്ടു എനിക്ക്. അങ്ങനെ ആ ഒരു ഇത് മാത്രമാണ് എടുത്തത്. പിന്നെ ബ്ലാക്കിൽ ഈ ഒരു ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്ലാക്കും റെഡും ഗോൾഡൻ കോമ്പിനേഷൻ വന്നപ്പോൾ ഭയങ്കര രസം. പിന്നെ സിമ്പിളായിട്ട് വൈറ്റിൽ റെഡ് മാത്രം വരുന്നതും. പിന്നെ ഓണം എന്ന് പറഞ്ഞാൽ ചിലർ യെല്ലോ ബോർഡറൊക്കെ ഉള്ളതുണ്ടോ എന്ന് ചോദിക്കും, അങ്ങനെ അത്. പിന്നെ അത് ഈ ടിഷ്യൂ റോസ് കളറിൽ വരുന്ന സാരി, ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡിങ് സാരികളാണ്. ഇതെല്ലാം അവൈലബിൾ ആയിട്ടുള്ളതായിരുന്നു. കുറച്ച് പീസസൊക്കെ എടുത്തു. പിന്നെ ചിക്കോട്ടും ഞാൻ പറഞ്ഞില്ലേ, ഓർഡർ കൊടുത്തിരുന്നൊന്നും കിട്ടിയില്ല. യെല്ലോ കളറൊക്കെ കൊടുത്തിട്ട് അതൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. യെല്ലോയ്ക്കൊക്കെ ഭയങ്കര ഡിമാൻഡ് കേട്ടോ നമുക്ക്. അങ്ങനെ എൻ്റെ കണ്ണിൽ ഏട്ടനോടും കൂടി ഇങ്ങനെ ഒരു സജഷൻ ചോദിക്കട്ടെ, ഇത് കൊള്ളാമോ അത് കൊള്ളാമോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ കൊള്ളാമെന്ന് പറഞ്ഞ സാധനങ്ങളും പിന്നെ പഴയതായിട്ടുണ്ടായിരുന്ന റീസ്റ്റോക്ക് നമുക്ക് എപ്പോഴും പോകുന്ന കളർ കോമ്പിനേഷനുള്ള സാരികളും എല്ലാം ഒക്കെ എടുത്ത് ഒരു വലിയൊരു ഷോപ്പിംഗ് തന്നെ കഴിഞ്ഞു. ഇവിടെ നിന്ന് എല്ലാ കടകളും കയറി ഇറങ്ങിയൊക്കെ വന്നപ്പോഴേക്കും സമയം 6 മണിയായി. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, കാരണം ഇപ്രാവശ്യം നമുക്ക് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ, ഒരുപാട്. ഞാൻ പറഞ്ഞില്ല, വണ്ടി നിറച്ച്, അതായത് ഡോറോ ഡിക്കി ഓപ്പൺ ചെയ്താൽ സാധനങ്ങൾ വീഴുമെന്നുള്ള സ്ഥിതിയിലായിരുന്നു നമ്മളിന്ന് ഇപ്രാവശ്യം സാധനം കൊണ്ടുവന്നത്. അവസാനം പാക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് മെറ്റീരിയലെല്ലാം കവറിലാക്കി വാരി അതിനകത്ത് ഇടുകയാണ് ചെയ്തത്. കവറിൽ കെട്ടി വയ്ക്കാനുള്ള സ്ഥലം കാറിൽ ഉണ്ടായിരുന്നില്ല. അത്രയ്ക്കും വേണ്ടി നമ്മൾ മെറ്റീരിയൽ ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട്. ആവശ്യാനുസരണം വാങ്ങാമെന്നുള്ള രീതിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ശിവകുമാറിൻ്റെ കടയിൽ നിന്ന് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇവിടെ ഒരു പോകുന്ന വഴിക്ക് ഇറങ്ങി. അപ്പോഴേക്കും ഇങ്ങനെ പൊട്ടറ്റില്ല ടപ്പിയോക്ക ചിപ്സ് വറുത്തുകൊണ്ടിരിക്കുന്നു. ആ ചേട്ടനാണെങ്കിൽ അതിൽ കുറച്ച് പൊടി ഇട്ട് തന്നേ. ഇവിടെ തമിഴ്നാട് സൈഡിൽ വന്ന് ഭയങ്കര കാറ്റാണല്ലോ, അറിയാമല്ലോ. ഞാനിങ്ങനെ കടിച്ചതും ആ മുളക് പൊടിയായിരുന്നു കണ്ണിൽ പറന്ന് വീണിട്ട്. ഞാൻ അവിടെ നിന്ന് നക്ഷത്രക്കാലം എണ്ണിയെന്ന് പറയാൻ വേണമെങ്കിൽ ഇക്ഷ ഇട്ര ഇണ്ണ ഇപ്പൊക്കെ വരെ എഴുതി കേട്ടോ. അത്രയ്ക്ക് ഇതായിരുന്നു. കണ്ണിൽ ആ പൊടിയൊന്ന് പോകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. കുറച്ച് സമയം നിന്ന് അവിടെ കറങ്ങി. കണ്ണിൽ കഴുകാൻ വെള്ളമോ തുടയ്ക്കാനോ ഒന്നിനും പറ്റുന്നില്ല. കുറച്ച് സമയം ഞാൻ ബുദ്ധിമുട്ടി കേട്ടോ. അങ്ങനെ ടപ്പിയോക്ക ചിപ്സ് വാങ്ങിച്ചു. 1/4 കിലോ 90 രൂപ എന്ന് പറഞ്ഞു. 100 രൂപയ്ക്ക് ഇടട്ടെന്ന് ചോദിച്ചു. ശരിയെന്ന് പറഞ്ഞു. കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ ഇതെല്ലാം കൂടി തിന്നിട്ട് യാത്രയും കൂടെ ചെയ്യുന്നതാണ്. രാത്രി വയറുവേദന എങ്ങാനും എടുത്താലോ എന്ന് കരുതി പിന്നെ കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഇത്രയും സാധനങ്ങൾ ഇരിക്കണോണ്ട് ഏട്ടൻ പറഞ്ഞു നമുക്ക് നേരെ അങ്ങ് പോകാൻ, ഇനി റൂം എടുക്കണ്ട. ഇത്രയും സാധനങ്ങളും കൊണ്ട് ഹോട്ടൽ റൂമിലൊക്കെ നമ്മൾ കാറ് വിട്ടിട്ട് പോകുമ്പോൾ എത്ര സേഫ്റ്റി ഉണ്ടോ ഒന്നും പറയാൻ പറ്റത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യുന്നത് തന്നെ അങ്ങ് പോവാമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ടയേർഡാട്ടോ. രാവിലെ എഴുന്നേറ്റു. അപ്പോൾ നമ്മൾ രാത്രി റൂമിൽ വന്നൊന്ന് കിടക്കാമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് പോകുന്നത്. അപ്പോൾ ഏട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും പിന്നെ ഞാൻ കരുതി ശരി പോവാം. കാരണം നീ കാറിലിരുന്ന് ഉറങ്ങിക്കോ, കുഴപ്പമില്ല, നമുക്കവിടെ പോയിട്ട് പിന്നെ ഇനി ഇതെല്ലാം അടുക്കി പിറക്കി ഫോട്ടോസ് ഇട്ട് വെബ്സൈറ്റിലിട്ട് എല്ലാം കൂടി ആകുമ്പോൾ നാളെ രാവിലെ നമ്മൾ പോയിട്ട് എങ്ങും എത്താതെ ആവും കേട്ടോ. അതുകൊണ്ട് ഏട്ടൻ പറയും വേണമെങ്കിൽ പോവാം. അപ്പം ഞാനും പറഞ്ഞു ശരി പോവാമെന്ന് പറഞ്ഞു. ഇപ്പോൾ വസ്ത്രയിൽ നമ്മൾ പുതിയൊരു മെറ്റീരിയൽ കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ടൈ ആൻഡ് ഡൈ പോലത്തെ സാധനം. ഇപ്പോൾ മദ്രാസ് ചെക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ. അതിന് കുറച്ചുകൂടെ പാരലായിട്ട് ഡിഫറൻ്റ് ആയിട്ട് വരുന്നൊരു സാധനമാണ്. സെയിം സാധനം തന്നെയാണ്, അതിൽ ടൈ ആൻഡ് ഡൈ പാറ്റേണിൽ വരുന്ന ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അവർക്ക് ഫ്യൂ പീസസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ഞാനെനിക്ക് തൂക്കി കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് വേണമെന്ന് പറയും. ഇപ്പോൾ എനിക്ക് മാത്രമാണോ കച്ചവടം ചെയ്യുന്നതെന്നൊരു സംശയം ഉണ്ട് കേട്ടോ. ഇഷ്ടം മാതിരി ഞാൻ ചുരിദാർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുക്കാം. ഡിഫറെൻറ്റ് കളേഴ്സിൽ ഡിഫറൻ്റായിട്ട് ഒരുപാട് എടുത്തിട്ടുണ്ട്. മധുബനി ഷോൾ, അതായത് കലങ്കാരി ഷോള്, അല്ലാത്ത ഷോള്, ഈ ടൈ ആൻഡ് ഡൈയിൽ വരുന്നത്, മദ്രാസ് ചെക്കിൽ വരുന്ന സാധനം എല്ലാം, റസ്റ്റ് ഓറഞ്ച്, ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. വാട്സപ്പ് വഴി ഓർഡർ ചെയ്യാൻ നിന്നാൽ സാധനം കിട്ടത്തില്ല. അതുകൊണ്ട് വേണമെന്നുള്ളവർ ഇഷ്ടാനുസരണം വെബ്സൈറ്റ് ത്രൂ വൈകുന്നേരം 6 മണിക്ക് ശേഷം നമ്മുടെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാം. ഞാൻ വൈകിട്ട് 6 മണി പറയുന്നതെങ്കിലും 6 മണിക്ക് എനിക്ക് ഇടാൻ പറ്റുമോ എന്നറിയത്തില്ല. കാരണം ഫോട്ടോസൊക്കെ എടുത്ത് വല്ലതും ആഹാരമൊക്കെ കഴിക്കണ്ടേ, നമുക്ക് നമ്മുടേതായ കാര്യങ്ങളോടൊക്കെ നോക്കണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി എല്ലാം അപ്ലോഡ് ചെയ്ത് ഞാനൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ഇട്ട ശേഷം നമ്മുടെ വെബ്സൈറ്റിൽ ലൈവായിരിക്കും. നിങ്ങൾക്ക് അതുവഴി ഷോപ്പ് ചെയ്യാവുന്നത് കേട്ടോ. പിന്നീട് ഷോപ്പ് ചെയ്യാൻ നിന്നാൽ സാധനം കിട്ടത്തില്ല. അതിങ്ങനെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു 10-200ഓളം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നത് പിറ്റേ ദിവസം തന്നെ എല്ലാം സോൾഡ് ഔട്ടായി. അപ്പോൾ അതുകൊണ്ട്
നിങ്ങൾ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാം. ഡീറ്റെയിൽസും ഫോട്ടോസും ഒക്കെ നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാമല്ലോ. എന്നോട് ചിലപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ ഫോട്ടോ അയച്ച് തരുമോ എന്നൊക്കെ ചോദിക്കുന്നതിനെക്കാട്ടി വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും വലിയൊരു ഷോപ്പിംഗ് നമ്മളിപ്പോൾ ഓണത്തിന് നമ്മൾ ചെയ്തിട്ടുണ്ട്. അടുത്ത ആഴ്ച വീണ്ടും പോകാൻ പറ്റട്ടെ. അതല്ലേ നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. സത്യസന്ധമായിട്ട് എൻ്റെ വേദസത്യമായിട്ട് ഞാനൊരു കാര്യം പറയാം, വാങ്ങുന്നവരെല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. എല്ലാ റിവ്യൂസും നമുക്ക് എല്ലാ വീഡിയോസിലും കാണിക്കാനോ ഒന്നിനും പറ്റത്തില്ല. വാങ്ങിച്ചവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വീണ്ടും വീണ്ടും ചോദിക്കുന്നവരുണ്ട്. വാങ്ങിച്ച കസ്റ്റമേഴ്സാണ് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത്. അതിലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമ്മുടെ പ്രോഡക്റ്റ് മോശമായിരുന്നെങ്കിൽ വീണ്ടും വീണ്ടും അവരെ നമ്മളെ നിന്ന് വാങ്ങത്തില്ലല്ലോ. മാത്രമല്ല കഴിഞ്ഞ ആഴ്ച നമ്മൾ വന്നതേ ഉള്ളൂ, ഇവരോട് ഇതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അവർ കൊറിയർ ചെയ്ത് തന്നാണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, അത് നമ്മൾ നേരിട്ട് കണ്ട് വാങ്ങുന്ന ഒരു സുഖം നല്ലതാണ്. അതൊരു വേറൊരു ഫീലാണ്. ഇപ്പം നമുക്ക് അവരുടെ ക്വാളിറ്റി സാധനങ്ങളൊക്കെ അറിയാം, അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട. അവരോട് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അയച്ച് തരികയല്ലേ ചെയ്തത്. പക്ഷേ ഇപ്പം എനിക്ക് വന്ന് തന്നെ എടുക്കണമെന്ന് തോന്നി. വന്നാൽ മാത്രമേ നമുക്ക് ആ കളർ കോമ്പിനേഷനൊക്കെ കണ്ട് അറിഞ്ഞെടുക്കുമ്പോൾ അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. അങ്ങനെയാണ് വന്ന് തന്നെ എടുക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആ ഒരു ടിഷ്യൂ സാരി കണ്ടില്ലേ, ഫ്ലോറൽ വരുന്ന ഓണം സെറ്റ് സാരി നമ്മൾ സെയിൽ ചെയ്യുന്ന സാധനം കേട്ടോ. അപ്പോൾ അത് ഞാനൊരു വീഡിയോയിൽ ആ സാരി വളരെ വിലക്കുറവിൽ കണ്ടു. അങ്ങനെയാണ് ഞാൻ അവിടെ പോയി ആ സാരി നോക്കുന്നത്. അപ്പോൾ കാണുമ്പോൾ വീഡിയോയിൽ ഭയങ്കര ഭംഗിയായിട്ടോ, ചെന്ന് സാധനം പിടിച്ച് നോക്കിയപ്പോൾ വളരെ മോശം സാധനമാണ്. അപ്പോൾ നമ്മൾ ചെന്ന് നോക്കാതെ ആ ഭംഗി കണ്ടിട്ട് ഓർഡർ ചെയ്ത് വരുത്തിയിരുന്നെങ്കിലേ എന്ത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ നിന്ന് വാങ്ങുമ്പോൾ മോശം പറയാൻ പാടില്ല. വെളുപ്പിന് 5 മണിയായപ്പോൾ എത്തി. എന്നിട്ടൊരു ഉറക്കമൊക്കെ ഇറങ്ങിയിട്ട് 9 മണിയായപ്പോൾ എഴുന്നേറ്റ് കേട്ടോ. കിടന്നിട്ട് പറ്റുന്നില്ല. കാരണം ദേ ഇത് എല്ലാം നമ്മുടെ വസ്ത്രയ്ക്ക് വേണ്ടി ഇപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്ത ഓണം കളക്ഷൻസ് ആണ്. ഇത് ഇത്രയും ചുരിദാർ മെറ്റീരിയലാണ്. ഈ 2 ബണ്ടിലും ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ. ഇത്രയേറെ ചുരിദാർ മെറ്റീരിയൽ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഡിഫറെൻറ്റ് കളേഴ്സിൽ. കാരണം ചുരിദാർ മെറ്റീരിയൽ ഡിഫറെൻറ്റ് കളേഴ്സിൽ ആവശ്യക്കാർ ഇഷ്ടം പോലെയാണ്. അതുകൊണ്ട് ഇഷ്ടം പോലെ ചുരിദാർ മെറ്റീരിയലുകൾ, സാരീസ് എല്ലാം. കാഞ്ചി കോട്ടൺ നമുക്ക് വന്നിട്ടില്ല, മൺഡേ എത്തത്തുള്ളൂ. മൺഡേ അവിടെ നിന്ന് അയക്കത്തേ ഉള്ളൂ. മാക്സിമം ഓണം ഗ്രാൻഡ് ആക്കാൻ നിങ്ങൾ. കാഞ്ചിക്കോട്ടൺ വന്നിട്ടില്ല, കാഞ്ചിക്കോട്ടൺ നമുക്ക് മൺഡേ കിട്ടത്തുള്ളൂ. മൾക്കോട്ടൺ ഉൾപ്പെടെ നമ്മൾ മാക്സിമം നിങ്ങളുടെ ഓണം ഗ്രാൻഡ് ആക്കാൻ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഓണക്കോടി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓണത്തിന് വെയർ ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് ഓണം ഫംഗ്ഷൻ ഗ്രാൻഡ് ആക്കാനായിട്ട് എല്ലാത്തിനും പറ്റുന്ന മാക്സിമം സാധനങ്ങൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. തൽക്കാലം ഒരു 2 ഡേയ്സിൽ നമുക്ക് വെബ്സൈറ്റ് ത്രൂ മാത്രമേ ഷോപ്പിംഗ് ഉള്ളൂ. അത് വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് വാട്സപ്പും വെബ്സൈറ്റും രണ്ടും കൂടി നമുക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം മെറ്റീരിയലൊക്കെ വന്നാൽ വെബ്സൈറ്റ് ത്രൂ ഇഷ്ടം പോലെ ഓർഡേഴ്സ് വരുന്നുണ്ട്, അതിനൊപ്പം വാട്സപ്പിലും ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വെബ്സൈറ്റ് ത്രൂ മാത്രമേ നമുക്ക് ഷോപ്പിംഗ് ഒരു 2 ഡേയ്സിന് ഉള്ളൂ. അത് കഴിഞ്ഞിട്ടേ നമ്മൾ വാട്സപ്പ് ഓർഡേഴ്സ് എടുക്കുന്നുള്ളൂ. അതെല്ലാം ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ വാട്സപ്പ് ചാനലിലോ ഒക്കെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. കാരണം നമുക്ക് മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. ഇതിൻ്റെ എല്ലാം നമ്മൾ എടുത്ത കളേഴ്സ് എല്ലാം കാണിച്ചുകൊണ്ട് ഞാൻ ഈവനിങ് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ഇതെല്ലാം വെബ്സൈറ്റിൽ, ഇപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിൽ നോക്കിയാൽ ഇതൊന്നും കാണത്തില്ല. വെബ്സൈറ്റിൽ ഞാനൊരു 6 മണിയാകുമ്പോഴേ നമ്മുടെ വെബ്സൈറ്റിൽ ഇതെല്ലാം ലൈവ് ആവത്തുള്ളൂ. അപ്പോൾ എനിക്കിതെല്ലാം വെബ്സൈറ്റിൽ ഇടണമല്ലോ. ഇടുന്ന സമയം ഞാനൊരു വീഡിയോ ഇടുന്നതായിരിക്കും. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം അത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ ഷോപ്പ് ചെയ്യാം. 2 ദിവസം കഴിഞ്ഞ് വാട്സപ്പിൽ ഓർഡർ ചെയ്യാലോ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കരുത്. വെബ്സൈറ്റ് ത്രൂ നിങ്ങൾ ഷോപ്പ് ചെയ്യുക. പിന്നീട് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് സെയിലാവുന്ന സാധനങ്ങളാണ്. നമ്മൾ എപ്പോഴും റീസ്റ്റോക്ക് ചെയ്യുന്നതും മെറ്റീരിയലൊന്നും ഒരു അറിയാമല്ലോ, നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു 150 എബോവ് വന്ന സാധനങ്ങൾ പിറ്റേ ദിവസമായപ്പോൾ എല്ലാം സോൾഡ് ഔട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെബ്സൈറ്റ് ത്രൂ പെട്ടെന്ന് തന്നെ ഷോപ്പ് ചെയ്യുക. വെബ്സൈറ്റ് 2 ദിവസം കഴിഞ്ഞ് വാട്സപ്പ് തുറക്കുമ്പോൾ വാട്സപ്പ് വഴി ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കരുത്. വെബ്സൈറ്റ് ത്രൂ നിങ്ങൾ ഓർഡർ ചെയ്തോളാം മാക്സിമം സാധനങ്ങൾ. പിന്നീട് എന്നോട് ചോദിച്ചാൽ സാധനം ഉണ്ടാവത്തില്ല. അഹങ്കാരം പറയുന്നതല്ല, സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം പറയുന്നതാണ്. അപ്പോൾ ഈവനിങ് 6 മണിക്ക് വെബ്സൈറ്റിൽ പ്രോഡക്റ്റ്സ് എല്ലാം ലൈവ് ആവും. എനിക്ക് കാരണം ഇതെല്ലാം ഫോട്ടോസ് എല്ലാം എടുത്ത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സമയം വേണം. നമ്മളിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. വെള്ളം പോലും സത്യം പറഞ്ഞാൽ കുടിച്ചിട്ടില്ല. ഉറക്കം എഴുന്നേറ്റ് ഇതെല്ലാം വാരി അകത്തേക്ക് വെച്ച് ഇതിനി എല്ലാം അറേഞ്ച് ചെയ്യണം, ഫോട്ടോസ് എടുക്കണം, അങ്ങനെ ഒരുപാട് നിറയെ പണികളുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ടൈം എനിക്ക് 6 മണി വരെ വേണം. 6 മണിക്ക് ഞാൻ ഇതെല്ലാം കാണിച്ചുകൊണ്ടൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അതിനുശേഷം വെബ്സൈറ്റിൽ ഇതെല്ലാം ലൈവ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ദയവ് ചെയ്ത് ആരും ഇതുണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് ഇടണ്ട. കാരണം ഞാൻ നല്ല തിരക്കായിരിക്കും. നമുക്കതിന് റിപ്ലൈ തരാനും പറ്റത്തില്ല. ഇതിലേതൊക്കെ എടുത്തു എന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല, അത്രയ്ക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്.
അപ്പം ഒരു 6 മണിക്ക് ശേഷം മാത്രമേ ഓർഡേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അതും വെബ്സൈറ്റ് ത്രൂ മാത്രമാണ്. വാട്സപ്പ് വഴി ഒരു തിരക്കൊന്ന് കഴിഞ്ഞ ശേഷം വാട്സപ്പ് വഴി ഓർഡേഴ്സ് എടുക്കും. അപ്പോൾ ഏതൊക്കെ പ്രോഡക്ട്സ് അവൈലബിൾ ആയിരിക്കുമെന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് പുതിയൊരു നല്ല വിശേഷമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ. പുതിയൊരു നല്ല വിശേഷമല്ല, ആക്ച്വലി പുതിയ നമ്മുടെ ഓണം കളക്ഷൻ വിശേഷമായിട്ട് കാണാം. ടാറ്റാ, ബൈ.